വി ജയശങ്കർ കൂടി ചേരുന്നുണ്ട്. ജയശങ്കർ, എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി അടുത്ത വൃത്തങ്ങളും നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ? വാർത്താ സമ്മേളനം വിളിച്ചു, അതിൽ നിന്ന് പിന്മാറി ഏറ്റവും ഒടുവിൽ. അതാണ് ഏറ്റവും അവസാനമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പക്ഷേ കൂടുതലായി എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഈ സമ്മർദ്ദം അത് ഏത് രീതിയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നത്? പാർട്ടിയിൽ നിന്നും അല്ലെങ്കിൽ സംഘടനയിൽ നിന്നും യൂത്ത് കോൺഗ്രസിലൊക്കെ വലിയ അടി ഒരു ഭാഗത്ത് നടക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ. അത് ഒരു ഭാഗത്ത് നിൽക്കട്ടെ, അതല്ലാതെ തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒപ്പം തന്നെ സംസ്ഥാന നേതൃത്വവും ഒക്കെ ഈ വിഷയത്തിൽ ഇനിയിപ്പോൾ എന്താണ് പറയുക എന്നതൊരു വലിയ രാഷ്ട്രീയ ആകാംക്ഷയായി നിൽക്കുന്നുണ്ട്. അതേസമയത്ത് ഈ രാഹുലിനോടൊപ്പം നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ രാഹുലിന്റെ ഏറ്റവും അടുത്ത വൃത്തങ്ങൾ അവർ നൽകുന്ന വിവരങ്ങൾ എന്താണ്? MLA സ്ഥാനം രാജിവെക്കേണ്ടതുണ്ട്, അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിൽ എന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടോ? രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോൾ കടന്നു പോകുന്നത്. ഈ കടലിന് മുന്നിൽ നിന്ന് ഇനി എങ്ങോട്ട് എന്നൊരു ചോദ്യചിഹ്നം നിന്നുകൊണ്ടാണ് രാഹുലിൻ്റെ രാഷ്ട്രീയ ജീവിതം നിലവിൽ നിൽക്കുന്ന സാഹചര്യമുള്ളത്. പാർട്ടി ഔദ്യോഗികമായി തന്നെ രാഹുലിനോട് ഇതുവരെ രാജി ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ അനൗദ്യോഗികമായി രാഹുലുമായി അടുപ്പമുള്ള ചില നേതാക്കൾ രാജിവെക്കേണ്ടി വരും, മറ്റു വഴികളില്ല എന്നൊരു കാര്യം രാഹുലിനെ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ആ അറിയിപ്പുകളോട്, ആ മുന്നറിയിപ്പിനോട് രാഹുലിൻ്റെ പ്രതികരണം തൽക്കാലം രാജിവെക്കാൻ തയ്യാറല്ല എന്നൊരു മറുപടിയാണ് രാഹുൽ നൽകിയിരിക്കുന്നത്. ഇപ്പോഴും തൻ്റെ ഭാഗം ശരിയാണ്, തനിക്കെതിരെ മറ്റു തരത്തിലുള്ള ഈ പുകമറയ്ക്കപ്പുറത്തേക്ക് തനിക്കെതിരെ ഒരു തെളിവുകളും ഒരു കാര്യവുമില്ല എന്നാണ് രാഹുൽ പറഞ്ഞത്. അതിനിടയിലാണ് ഇപ്പോൾ എന്തായാലും വനിതാ കമ്മീഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസെടുക്കുന്നത്. പക്ഷേ വനിതാ കമ്മീഷൻ്റെ കേസിനെ പോലും രാഹുലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അത്ര ഗൗരവമായി കാണുന്നില്ല. കാരണം അത്തരം കേസുകൾ നിയമപരമായി കോടതിയിലും മറ്റും എത്തുമ്പോൾ അതിന് എത്രമാത്രം ആയുസ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ അവർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ കേസുകൾ നിലനിൽക്കുമോ എന്ന് തന്നെയാണ് അവർ തിരിച്ചിങ്ങോട്ട് ഉന്നയിക്കുന്ന ചോദ്യം. എന്തായാലും ഈ കാര്യങ്ങളിലൊക്കെ തന്നെ മറുപടി കൃത്യമായി പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ്. പക്ഷേ അദ്ദേഹം നിലവിൽ അത്തരത്തിലൊരു പ്രതികരണത്തിന് തയ്യാറായി നിൽക്കുന്ന സാഹചര്യമില്ല. കോൺഗ്രസിൽ തന്നെ രാഹുലിൻ്റെ പേര് പറഞ്ഞ് രണ്ട് ചേരിയായി തിരിയുന്ന സാഹചര്യമാണുള്ളത്. ഒരു ചേരി രാഹുൽ രാജിവെക്കണമെന്നും മറ്റൊരു ചേരി രാജി എന്നത് തെറ്റായ കീഴ്വഴക്കമാകുമെന്നുമുള്ള ഒരു തീരുമാനത്തിലാണുള്ളത്. ഈ വനിതാ കമ്മീഷൻ കൂടി കേസെടുക്കുന്ന ഘട്ടത്തിൽ ഈ രാജിക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന പക്ഷം കൂടുതൽ ശക്തരാകുന്നു. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഹൈക്കമാൻഡിനെ ഈ കാര്യം സൂചിപ്പിച്ച് സമീപിച്ചിരുന്നു. ഈ കാര്യങ്ങൾക്കൊക്കെ തന്നെ ഹൈക്കമാൻഡ് കുറച്ചുകൂടി വേഗത്തിൽ കർശനമായ നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. 2-3 ദിവസത്തിനുള്ളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടം MLAയുടെ രാജി ഉണ്ടാകുമെന്നാണ് ഡൽഹിയിൽ നിന്ന് നമ്മോട് ചില കേന്ദ്രങ്ങൾ പറയുന്നത്. കാരണം പാർട്ടി ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങി നിൽക്കുന്ന ഘട്ടത്തിൽ 8 മാസം മാത്രം ബാക്കി നിൽക്കെ ഇത്തരത്തിൽ ഒരു MLAക്കെതിരെ ലൈംഗിക ആരോപണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നു. അത് കേരളത്തിലെ പൊതുസമൂഹത്തിൽ, സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ ചർച്ചയാകുന്നു. അത് പാർട്ടിക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിസന്ധിയാകും. ആ പ്രതിസന്ധി മറികടക്കാൻ, പാർട്ടിയെ രക്ഷിക്കാൻ, പാർട്ടിക്ക് മുകളിൽ ഇങ്ങനെ നിൽക്കുന്ന വാള് മാറ്റാൻ എന്തായാലും ഈ രാജി സഹായിക്കും. ആ രാജി അത് രാഷ്ട്രീയപരമായി തന്നെ ഉപയോഗിക്കാം. ആ രാജി അത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂല വോട്ടാക്കാമെന്ന ഒരു വിഭാഗം നേതാക്കൾ പറയുന്നുണ്ട്. എന്തായാലും രാഹുൽ തൽക്കാലം പ്രതികരിക്കാൻ തയ്യാറല്ല. രാഹുലിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ നിലവിൽ നേതൃത്വം ഉൾപ്പെടെ ഉപദേശിച്ചിരിക്കുന്നത് നിലവിൽ കൂടുതൽ പ്രതികരിച്ച വിഷയം വഷളാക്കണ്ട, വരാനുള്ളതെല്ലാം വരട്ടെ എന്ന് തന്നെയാണ് രാഹുലിന് നേതൃത്വം നിലവിൽ ഉപദേശിച്ചിരിക്കുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ ഒരു പരാതിയോ 2 പരാതിയോ അല്ല പുറത്തേക്ക് വന്നത്. 1, 2, 3, 4, 5 എന്ന ക്രമത്തിൽ ഇങ്ങനെ പരാതികളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ രാഹുലിനെതിരെ ഉണ്ടായി. രാഹുലിനെതിരെ ശബ്ദ സന്ദേശം ഉൾപ്പെടെ വരുന്ന സാഹചര്യമുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തൽക്കാലം രാജിവെക്കാൻ തയ്യാറല്ല. പക്ഷേ പാർട്ടി നേതൃത്വം ഇടപെട്ട് രാജിയിലേക്ക് കടക്കുമോ, അത് തന്നെയാണ് ചോദ്യം. അദ്ദേഹത്തിന്റെ മാത്രം തീരുമാനമാണ്. പക്ഷേ അതിൽ കൂടുതൽ സമ്മർദ്ദങ്ങൾ വരുന്നു. പാർട്ടിയുടെ ഉന്നത തലങ്ങളിൽ നിന്നും അത്തരത്തിൽ ആവശ്യങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. അത് നാളെ മറ്റന്നാളും അല്ല, ഒരുപക്ഷെ ഇന്ന് തന്നെ ഉണ്ടാകുമോ എന്നൊരു സംശയം അത് ബലപ്പെട്ടു വരികയുമാണ്. ഏറ്റവും പുതിയ മറ്റു വാർത്തകളിലേക്ക് ഹോട്ട് ന്യൂസ് കടക്കും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.